ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ കാർത്തിക നക്ഷത്ര ജാതകരുടെ ഒരു വർഷത്തെ നക്ഷത്ര ഫലമാണ്. അതായത് കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളും മാനസികമായ സമ്മർദ്ദങ്ങളും സാമ്പത്തിക പരാധീനതകളെല്ലാം തന്നെ പതിയെ പതിയെ കുറയുന്ന ഘട്ടമായാണ് ചിങ്ങമാസം മുതൽ വരുന്ന കാലത്തെ ജ്യോതിഷപരമായി കാണുവാൻ കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടും ഫലം വൈകിയിരുന്ന ആളുകൾക്ക് ഇനി നിങ്ങൾക്ക് എല്ലാവിധ കാര്യങ്ങളും പടിപടിയായി അനുകൂലമായി മാറുവാനുള്ള അവസരങ്ങൾ ഈയൊരു വർഷത്തിൽ വന്നു ചേരും. ഈ ചിങ്ങമാസം മുതൽ അടുത്ത ഒരു വർഷം പഴയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടന്ന് ജീവിതം ക്രമപ്പെടുത്താനുള്ള കാലഘട്ടമായി കാണാം. ഏറെ നാളായി നീണ്ടുപോയിരുന്ന കുടുംബകാര്യങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബാധ്യതകൾ എന്നിവയിൽ പരിഹാരത്തിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ്. നിങ്ങളെ അവഗണിച്ചിരുന്ന ആളുകളുടെ സമീപനത്തിലും മാറ്റം വരുന്ന ഒരു വർഷം തന്നെയാണ്. പ്രത്യേകിച്ചും ഈയൊരു വർഷം നിങ്ങൾക്ക് ഏറെക്കുറെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെയെല്ലാം തന്നെ നേരിടുവാൻ കഴിയും. അതുപോലെ ആത്മവിശ്വാസവും അവസരവും ഒത്തുചേരുന്ന ഒരു സമയമായതിനാൽ പുതിയ തൊഴിൽ മേഖലകൾ ഏറ്റെടുക്കും. ഉപരിപഠനം പൂർത്തിയാക്കി വിദേശത്ത് ജോലി ലഭിക്കും. പ്രവർത്തന മേഖലകളിൽ നിന്നും സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെ വലിയ പുരോഗതി ഉണ്ടാകുന്നതാണ്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കും. പുതിയ വീട് ഉണ്ടാക്കുവാനോ അതുമല്ലെങ്കിൽ വാങ്ങുവാനോ ഉള്ള പദ്ധതി ഇടുന്നതാണ്. പാരമ്പര്യമായ വിജ്ഞാനം പിൻതലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിൽ വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടാകും. പ്രധാന കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം എടുക്കുന്നത് മൂലം ജീവിതത്തിൽ വളരെ വലിയ വഴിത്തിരിവുണ്ടാകുന്ന സമയം കൂടിയാണ്. വിദ്യാഭ്യാസവും അറിവും പ്രവർത്തന തലത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. സഹപ്രവർത്തകരുടെ സഹകരണത്താൽ പദ്ധതി സമർപ്പണത്തിൽ വിജയമുണ്ടാകും. കാര്യങ്ങൾക്ക് വേണ്ടത്ര പണം കണ്ടെത്തുന്നതിലും വിജയിക്കുന്നതാണ്. ജോലി രംഗത്തെ പുതിയ ഭരണ പരിഷ്കാരം, പ്രവർത്തനക്ഷമത ഇവയെല്ലാം തന്നെ വർദ്ധിക്കും. അവതരണ ശൈലിയിൽ പോലും നിങ്ങൾക്ക് പുതിയ രീതി അവലംബിക്കുവാൻ കഴിയുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമല്ലാത്തതിനാലും ഉദരരോഗത്താലും ഇടയ്ക്കിടെ അവധി നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നതാണ്. കുടുംബത്തിലെയും ജോലിയിലെയും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും ഈയൊരു വർഷം പരിഗണിക്കപ്പെടും. സുതാര്യതയുള്ള സമീപനത്താൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് അനുമോദനം ലഭിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ അനാവശ്യമായി ഉണ്ടാക്കുന്ന ആദി ഉപേക്ഷിക്കേണ്ടതാണ്. കലാ കായിക മേഖലകളിൽ പരിശീലനം നേടി മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. ദീർഘവീക്ഷണത്തോടുകൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അനുഭവത്തിൽ വന്നു ചേരും. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് ഈയൊരു വർഷം വഴിയൊരുക്കുന്നതാണ്. ഭൂമി വിൽപ്പന സാധ്യമാകും. അതുപോലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടുവാനായി വ്യവസായം നവീകരിക്കും. അർത്ഥവത്തായ ആശയങ്ങൾ നിങ്ങളുടെ അനുഭവത്തിലും വന്നുചേരും. തൊഴിൽ മേഖലകളിൽ വിചാരിക്കാത്ത നേട്ടമുണ്ടാകും. സുരക്ഷിതമായ സംരംഭങ്ങളിൽ ചേരുവാനും സാധിക്കുന്നതാണ്. അസുഖത്തിന് കൃത്യമായ ചികിത്സ ഫലിക്കും. അതുപോലെ മേലധികാരിയുടെ പ്രതിനിധിയായി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ വർഷമുണ്ടാകും. എല്ലാവർക്കും തൃപ്തികരമായ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നതാണ്. നീതിയുക്തമായി ഇടപെടുന്നതിനാൽ പൊതുജന പ്രീതിയും നിങ്ങൾക്ക് ഈയൊരു വർഷം വർദ്ധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. ഭരണ സംവിധാനം വിപുലീകരിക്കുവാൻ കഴിവുള്ളവരെ നിയമിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുടുംബ അംഗങ്ങളോടൊപ്പം താമസിക്കുവാൻ തക്കവണ്ണം തൊഴിലിൽ നിങ്ങൾക്ക് മാറ്റം നടത്തുവാൻ കഴിയുന്നതാണ്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി എന്നിവയുള്ള ആളുകൾക്ക് ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടു കൂടി ലഭിക്കുന്നതാണ്.
നിർധനരായ ആളുകൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുവാനും ഈ വർഷം ഇടവരുന്നതാണ്. പ്രത്യേകിച്ചും ഈയൊരു വർഷം വീട്, ഭൂമി എന്നീ കാര്യങ്ങളിൽ ഏറെ കാലമായി നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരം വന്നു ചേരും. രേഖകൾ, വായ്പ, കുടുംബപരമായ തീരുമാനങ്ങൾ എന്നിവയിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇവയെല്ലാം തന്നെ നേട്ടങ്ങളായി ലഭിക്കുന്നതാണ്. ജോലിക്കാർക്കും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും ചിങ്ങം 1 മുതൽ അടുത്ത മാസങ്ങളിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈയൊരു കാലം നിങ്ങളുടെ പരിശ്രമം ശക്തമാക്കുവാനുള്ള നല്ല സമയമായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വിജയം ഉറപ്പായി വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിലും പഴയ തെറ്റിദ്ധാരണകളെല്ലാം മാറി ആശയവിനിമയം മെച്ചപ്പെടുവാനുള്ള യോഗമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ മുതിർന്ന ആളുകളുടെയും പ്രിയപ്പെട്ട ആളുകളുടെയും പിന്തുണ എല്ലാവിധ ഘട്ടങ്ങളിലും ആശ്വാസം പകരുന്നതാണ്. ഏറ്റവും പ്രധാനിയായി കാർത്തിക നക്ഷത്രക്കാർ എല്ലാം കഴിഞ്ഞു എന്ന് കരുതേണ്ട കാലമല്ല ഇത്. വൈകിയെത്തുന്ന നേട്ടമായി നിങ്ങൾ ക്ഷമയോടെ പരിശ്രമിക്കേണ്ട കാലമാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് പതുക്കെ സ്ഥിരതയിലേക്ക് എത്തുന്ന വർഷം തന്നെയാണ്. വരുമാനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ചെലവും നിയന്ത്രിക്കാം. പഴയ കടബാധകൾ ക്രമപ്പെടുത്തി തീർക്കുവാനും സമ്പാദ്യം ആരംഭിക്കുവാനും നല്ലൊരു വർഷമാണ്. വലിയ പെട്ടെന്നുള്ള ധനലാഭം ഉറപ്പാണ് എന്ന് പറയുവാനാകില്ല. എന്നാലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ചെറിയ നേട്ടങ്ങൾ, കുടിശ്ശിക ലഭിക്കൽ, അധിക വരുമാന അവസരങ്ങൾ എന്നിവ സന്തോഷം നൽകുന്നതാണ്. അതുപോലെ തന്നെ കാർത്തിക നാളുകാർക്ക് ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പരിധി നിശ്ചയിച്ചും പണം നഷ്ടപ്പെടാത്ത രീതിയിലും സമീപിക്കാവുന്നതാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു വർഷം അതിനുള്ള അവസരം ലഭിക്കും. എന്നാൽ വരുമാനത്തിന് അനുയോജ്യമായ ബഡ്ജറ്റിൽ തീരുമാനമെടുക്കുന്നത് ഗുണകരമാകും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് അനുയോജ്യമായ വാഹനം സ്വന്തമാക്കുന്നത് വളരെയധികം സന്തോഷം സമ്മാനിക്കും. അതുപോലെ കഴിഞ്ഞ കാലത്ത് ചില കുടുംബ പ്രശ്നങ്ങൾ പതിയെ ശാന്തമാകും. ബന്ധുക്കളുമായുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി വളരെയധികം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വർഷമാണ്. അതിനാൽ തന്നെ വീട്ടിൽ സന്തോഷകരമായ വാർത്തകളും ചെറിയ ആഘോഷങ്ങളും ഉണ്ടാകുവാനുള്ള അവസരങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണദോഷ വർധനവിനായി എല്ലാ ദിവസവും, അതുമല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. കഴിയുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകുന്നതാണ്. കഴിയുമെങ്കിൽ അർഹരായ ആളുകൾക്ക് ഭക്ഷണം നൽകുക, ചെറിയ ദാനധർമ്മങ്ങൾ നടത്തുക. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ ദിവസവും കുറച്ച് സമയം ശാന്തമായി ഇരുന്ന് പ്രാർത്ഥനയോ ധ്യാനമോ ചെയ്യുക. പണം സംബന്ധിച്ച കാര്യങ്ങളിൽ അമിതമായ റിസ്ക് ഒഴിവാക്കി വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കുന്നത് ഇരട്ടി നേട്ടങ്ങൾക്ക് കാരണമായി മാറുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.